എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇവിടുത്തെ പള്ളിയിലെ ഓണം സെലിബ്രേഷൻ്റെ വീഡിയോ ആണ് കേട്ടോ ഇന്ന്. അപ്പോൾ കുറച്ച് ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഒന്ന് കണ്ടു നോക്കണേ. നമ്മളുടെ ഈ പ്രോഗ്രാം നടക്കുന്നത് മന എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു ഫാം ഹൗസിലാണ് കേട്ടോ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യവും ഇവിടെയാണ് സെലിബ്രേറ്റ് ചെയ്തത്. ക്രിസ്മസ് പ്രോഗ്രാമും എല്ലാം നമ്മളിവിടെയാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ തലേദിവസം വൈകിട്ട് വന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ആദ്യം കാണിക്കുന്നത്. അപ്പോൾ തലേദിവസം വൈകിട്ട് കുറേ ഫാമിലീസ് എല്ലാവരും കൂടെ ഒത്തുകൂടി. അപ്പോൾ തലേദിവസം ചെയ്ത് വെക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ്. പൂക്കളത്തിനുള്ള ഡിസൈനെല്ലാം വരച്ചിടുന്നു. പിന്നെ സൗണ്ട് സിസ്റ്റം എല്ലാം സെറ്റ് ചെയ്ത് വെക്കുന്നു. ചെയറുകളെല്ലാം പിടിച്ചെല്ലാം അറേഞ്ച് ചെയ്തൊക്കെ കുറേയൊക്കെ ഇട്ടു. പിന്നെ ഗിഫ്റ്റൊക്കെ പാക്ക് ചെയ്യാണ്ടായിരുന്നതൊക്കെ പാക്ക് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. ഞാൻ അന്നേരം വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു. പിന്നെ നമ്മൾ പൂക്കളെല്ലാം അടർത്തി വെച്ചിട്ടുണ്ടായിരുന്നു നാളെ പൂക്കളം ഇടാനായിട്ട്. അപ്പോൾ അതൊന്നും അന്നേരം എടുക്കാൻ പറ്റിയില്ല വീഡിയോ. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞു കേട്ടോ. പിന്നെ കുറച്ച് വാടാമുല്ല പൂക്കളുണ്ടായിരുന്നു, അത് കുട്ടികളെ ഏൽപ്പിച്ചു. അപ്പോൾ അവരത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മുടെ ഫ്രണ്ട്സെല്ലാം നാളെ സദ്യ കഴിക്കാനുള്ള ഇലയെല്ലാം തുടച്ച് വെക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഇന്ന് ചെയ്ത് വെക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ്. ഇപ്പം നിങ്ങളൊക്കെ വിചാരിക്കുന്നുണ്ടാവും ഓണം കഴിഞ്ഞ് ക്രിസ്മസ് എത്താനായി, എന്നിട്ട് ഇവിടുത്തെ ഓണം പരിപാടിയൊന്നും കഴിഞ്ഞില്ലെന്ന്. നമ്മളിവിടെ ഫ്രൈഡേയ്സൊക്കെ നോക്കി കുറേ എല്ലാവരുടെയും സൗകര്യങ്ങളൊക്കെ നോക്കിയിട്ടൊക്കെയല്ലേ നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഓണത്തിന് ആർക്കും ലീവോ കാര്യങ്ങളോ ഒന്നുമില്ല. അതുകൊണ്ട് നമ്മൾ എല്ലാവരുടെയും കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു സമയം നോക്കിയിട്ട് നമ്മളൊരു ഫ്രൈഡേ നോക്കിയിട്ട് അങ്ങ് വെച്ചതാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ചെറിയൊരു പരിപാടിയാണ് നടത്തുന്നത്. വലിയ ഓണം സെലിബ്രേഷൻ എന്നൊന്നും പറയാനില്ല. എല്ലാ ഫാമിലീസും കൂടെ ഒത്തുകൂടി നന്നായിട്ടൊന്ന് സെലിബ്രേറ്റ് ചെയ്യുന്നു, അത്രമാത്രം. അങ്ങനെ പിറ്റേ ദിവസം, അതായത് 4-ാം തീയതി ഫ്രൈഡേ, എല്ലാവരുമൊക്കെ എത്തിത്തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ കുറച്ച് ലേറ്റായിട്ടാണ് വന്നത്, പക്ഷേ ആൾക്കാരങ്ങനെ അധികം ആരും എത്തിയിട്ടില്ല. ഫ്രൈഡേ ആയതുകൊണ്ട് എല്ലാവരും കുറച്ച് ലേറ്റ് ആവും. പിന്നെ തലേദിവസം രാത്രി ഇവിടുന്ന് പോയപ്പോഴും ലേറ്റായിട്ടാണ് കൂടുതലും ആൾക്കാരൊക്കെ പോയത്. പിന്നെ നമ്മൾ വന്നപ്പോഴത്തേക്ക് പൂക്കളമെല്ലാം ഇട്ട് കഴിഞ്ഞായിരുന്നു. ഞാനും കുറച്ച് ലേറ്റായിട്ടാണ് വന്നത്. ഇന്നലെ ഇവിടുന്ന് പോകുമ്പോൾ പൂക്കളം സ്റ്റാർട്ടിങ് മുതലേ വീഡിയോ എടുക്കണമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് പോയത്. പക്ഷേ ഞാൻ വന്നപ്പോൾ ലേറ്റായിപ്പോയി. അപ്പോഴേക്ക് പൂക്കളമെല്ലാം സെറ്റായി. ഫൈനൽ ടച്ചപ്പ് ടോമിയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബീച്ച് ആൻറ്റിയിലും ഉണ്ട് കേട്ടോ പൂവിൻ്റെ കവറൊക്കെ. അപ്പോൾ ഇവരെല്ലാവരും കൂടെ ആയിരുന്നു ഇട്ടതെന്ന് വിശ്വസിക്കുന്നു. ഞാൻ കണ്ടില്ല ആരൊക്കെ കൂടിയാണ് ഇട്ടതെന്ന്. അപ്പോൾ ഇതെല്ലാം ഫ്രണ്ട്സാണ് കേട്ടോ. അപ്പോൾ ഓരോരുത്തരുടെയും പേരൊന്നും എടുത്ത് പറയുന്നില്ല, എല്ലാവരെയും പരിചയപ്പെടുത്തിയിട്ടുള്ളതാണ് നേരത്തെ. ഇതിന് മുമ്പുള്ള വീഡിയോസൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ടൂർ പോയതും ഒക്കെ അങ്ങനെ കുറേ വീഡിയോസ് ഞാൻ പള്ളിയുടെ ഇതിൻ്റേതായിട്ട് തന്നെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുമാതിരിപ്പെട്ടവർക്കൊക്കെ എല്ലാവരെയൊക്കെ അറിയാമായിരിക്കും. നമ്മുടെ പിള്ളേർ സെറ്റുകളൊക്കെ ഇവിടെ സെറ്റ് സാരിയും അങ്ങനെയൊക്കെ ഉടുത്ത് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ മുല്ലപ്പൂ ഇവിടെയും എത്തിയിട്ടുണ്ട് കേട്ടോ, നമ്മുടെ ടിഷ്യൂവും കൊണ്ടുള്ള മുല്ലപ്പൂ. അങ്ങനെ നമുക്കിവിടെ അതൊക്കെ അല്ലേ പറ്റുള്ളൂ. ഒറിജിനൽ പൂവൊക്കെ കിട്ടണമെങ്കിൽ ഭയങ്കര പാടാണ്. ലാപ്ടോപ്പും പ്രൊജക്ടറും ഒക്കെ സെറ്റ് ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുകയാണ് ഇവിടെ. സിറിയക്കിൻ്റെ മോനും ഒക്കെ കൂടെയാണ്. എല്ലാ പ്രാവശ്യവും ഇവർ തന്നെയാണ് ചെയ്യുന്നതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എപ്പോഴും ലാപ്ടോപ്പിൻ്റെ ഒക്കെ അടുത്ത് ഉള്ള ഒരാളാണിത്. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പം ഒരു തംസപ്പൊക്കെ ഇട്ട് തന്നതാണ്. പിന്നെ അതെ പ്രൊജക്ടറൊക്കെ വെച്ചിട്ട് ഹാപ്പി ഓണം മാർ ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് മഹാ ഇടവക മസ്കറ്റ്. ഞങ്ങൾ നിസ്ബ ഏരിയയാണ്. കലാപരിപാടികളുടെ ഒന്നും കറക്റ്റായിട്ട് എനിക്ക് വീഡിയോ ഇതിനകത്ത് ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല, കോപ്പിറൈറ്റ് ഇഷ്യൂ വരുന്നത് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും അത് മനസ്സിലാക്കുക. ഇതിലേക്ക് ഏവരെയും ഹാർദവമായി സ്വാഗതം ചെയ്തു കൊള്ളുകയാണ്. ആദ്യമായിട്ട് പ്രയർ സോങ്ങിന് വേണ്ടി പ്രിറ്റിയെ ക്ഷണിച്ചു കൊള്ളുന്നു. സോങ്ങിനും എല്ലാം കോപ്പിറൈറ്റ് ഇഷ്യൂ ആണ്. അപ്പോൾ അതുകൊണ്ട് ഞാനിതൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. ഇന്നത്തെ ഓണാഘോഷ പരിപാടികൾ ഭദ്രദൈവം കൊളുത്തി തുടക്കം കുറിക്കുന്നതിന് വേണ്ടി നിസ്വ ഏരിയ മാനേജിംഗ് കമ്മിറ്റി അംഗം എബ്രഹാം വടക്കേട്, പ്രാർത്ഥനയോൺ സെക്രട്ടറി ജോൺ ജോസഫ്, സൺഡേ സ്കൂളിൻ്റെ ഹെഡ് മാസ്റ്റർ പ്രകാശ് ജോൺ എന്നിവരെ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും സന്ദേശം ഓർപ്പിച്ചുകൊണ്ട് മറ്റൊരു ഓണം കൂടി കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ആവേശത്തോടു കൂടിയുള്ള ഓണക്കളികളും ഓണപ്പാട്ടുകളും ഓണപ്പൂക്കളം, ഓണസദ്യ, ഓണക്കോടി, മഹാബലി, അങ്ങനെ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നു 1000 ഓർമ്മകളുമായിട്ട്. നാം ഇന്ന് ഇവിടെ ഓണം ആഘോഷിക്കുന്നത് മൈലുകൾ അകലെയാണെങ്കിലും പ്രവാസികളുടെ ഓണാഘോഷത്തിൻ്റെ ആഹ്ലാദങ്ങൾ ഒട്ടും തന്നെ കുറയാതെ ഇന്ന് മാർ ഗ്രിഗോറിയോസ് മഹാ ഇടവക നിസ്വ ഏരിയ ഇന്നിവിടെ നമ്മൾ ഓണം ആഘോഷിക്കുന്നു. ഈ സുദിനത്തിൽ ഓണപ്പൂക്കളവും ഓണക്കളികളും ഓണസദ്യ ഒരുക്കിക്കൊണ്ട് എല്ലാ പ്രൗഢിയോടും കൂടി ഒട്ടും പൊലിമ നഷ്ടപ്പെടുത്താതെ
ഇന്ന് ഈ ഓണാഘോഷത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഇപ്പം ഭദ്രദീപം കൊളുത്തുന്നതിനായി എബ്രഹാം തോമസ് വടക്കേടം. ശ്രീ ജോൺ ജോസഫ് ബിജു. ശ്രീ പ്രകാശ് ജോൺ. പ്രോഗ്രാം എന്ന് പറയുന്നത് ആദ്യമേ കലാപരിപാടികൾ, അതിനുശേഷം കായിക പരിപാടികൾ, അവസാനം അതിനുശേഷം വടംവലി. 12 ഏകദേശം 12:30 കൂടി നമുക്ക് ഊണിനുള്ള തയ്യാറെടുപ്പുകൾ റെഡിയാക്കണം. അതിനു മുമ്പ് ആദ്യമായിട്ട് കലാപരിപാടികൾ ആരംഭിക്കുകയാണ്. കലാപരിപാടികൾ വളരെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാലും മക്കളെല്ലാം നല്ല രീതിയിൽ നന്നായിട്ട് തന്നെ അവതരിപ്പിച്ചു. എല്ലാവർക്കും എക്സാം തിരക്കിലായിരുന്നു. എക്സാം അങ്ങോട്ട് കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസമാണ് ഈ പ്രോഗ്രാം നടക്കുന്നത്. അപ്പോൾ കുട്ടികൾക്കെല്ലാം പ്രാക്ടീസ് ചെയ്യാനും എല്ലാം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എന്നിട്ട് കൂടി അവർ നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളും നന്നായിട്ട് തന്നെ അവതരിപ്പിച്ചു. ഡാൻസ് ആണെങ്കിലും പാട്ടാണെങ്കിലും എല്ലാം നല്ല രീതിയിൽ തന്നെ അവതരിപ്പിച്ചു. കുട്ടികളുടെ കലാപരിപാടി കഴിഞ്ഞതിന് ശേഷം ഓരോ സെറ്റായിട്ട് നമ്മൾ ഫോട്ടോസാണ്, ഗ്രൂപ്പ് ഫോട്ടോസ് എടുക്കാനായിട്ടാണ് തീരുമാനിച്ചത്. ആദ്യം കുട്ടികളെ എല്ലാം നിർത്തി, അതിനുശേഷം ലേഡീസ്, അതിനുശേഷം ജെൻസ്, അതിനുശേഷം സദ്യ വിളമ്പി തുടങ്ങി. ഒരുപാട് വലിയ സെറ്റപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല നമുക്ക്. അപ്പോൾ കുറച്ച് ടേബിൾ കാര്യങ്ങളേ ഉള്ളൂ, 2-3-4 ടേബിളൊക്കെ ഉള്ളൂ. അപ്പോൾ അതിൽ പറ്റുന്നവർക്ക് ഇരുന്ന് അങ്ങനെ കുറേ ട്രിപ്പായിട്ടാണ് നമ്മൾ സദ്യ കഴിക്കുന്നത്. അപ്പോൾ ആദ്യം കുട്ടികൾക്ക് വിളമ്പാൻ തുടങ്ങി. എല്ലാവരും സദ്യ കഴിച്ചു കഴിഞ്ഞാൽ ഗെയിംസ് സ്റ്റാർട്ട് ചെയ്യും. ഒരു ഭാഗത്ത് സദ്യ കഴിക്കുമ്പോഴും മറുഭാഗത്ത് പാട്ടുകളും അങ്ങനെയൊക്കെ ഓരോരുത്തർ അവതരിപ്പിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആർക്ക് അവതരിപ്പിക്കാൻ താല്പര്യമുണ്ടെങ്കിലും അതിവിടെ അവതരിപ്പിക്കാവുന്നതാണെന്ന് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവരൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ പ്രോഗ്രാംസിനൊക്കെ ഒരു ശക്തി പകർന്നു തരുന്നത്. കുറച്ച് പേരൊക്കെ കഴിച്ചു കഴിഞ്ഞു. പിന്നെ കഴിച്ചു കഴിഞ്ഞവർ പിന്നെ കഴിക്കാത്തവർക്ക് വിളമ്പി കൊടുക്കുക. അങ്ങനെ വിളമ്പാനായിട്ടൊരാൾ അങ്ങനെയല്ല, നമ്മളെല്ലാവരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും വിളമ്പുകയും കഴിക്കുകയാണ്. അങ്ങനെ ലാസ്റ്റ് ഞാനും കഴിക്കാനിരുന്നു. അങ്ങനെ സദ്യ എല്ലാവരും കഴിച്ചു കഴിയുമ്പോൾ നമ്മൾ ഗെയിംസിനെ സ്റ്റാർട്ട് ചെയ്യും. കുറേ ഗെയിംസ് ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഗെയിംസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ സദ്യ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ഗെയിംസ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ഇതെല്ലാം ഫാസ്റ്റ് ഫോർവേഡ് ചെയ്താണ് കാണിക്കുന്നത്. കാരണം സദ്യ കഴിക്കുന്ന അതൊന്നും പ്രത്യേകിച്ച് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയാനോ കാണിക്കാനോ ഒന്നും ഇല്ലല്ലോ. അത്യാവശ്യം നല്ല സദ്യയായിരുന്നു. എല്ലാവരും അങ്ങനെ സന്തോഷത്തോടെ സദ്യ കഴിക്കുകയാണ്. ആദ്യം കഴിച്ചു കഴിഞ്ഞവരെല്ലാം പിന്നീട് ഇരിക്കുന്നവർക്കെല്ലാം വിളമ്പുകയൊക്കെ ചെയ്യുന്നു. അതിൽ സ്ത്രീകളെന്നോ പുരുഷന്മാരെന്നോ അങ്ങനെയൊന്നുമില്ല, എല്ലാവരും കൂടെ ഒന്നിച്ചാണ് നമ്മുടെ ഇവിടെ ഈ കൂട്ടായ്മയിൽ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. സിബിജാൻ എല്ലാവർക്കും പഴം വേണോ എന്ന് ചോദിക്കുന്നുണ്ട്. പഴം വേണ്ടാന്ന് പറയുന്നവരുടെ ഇലയിൽ ഓൾറെഡി ഇരിക്കുന്ന പഴം എടുത്ത് തിരിച്ച് പാത്രത്തിൽ വെക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാവർക്കും പഴം കൊടുക്കുകയാണ്. ഇവിടെ ബിസ്ക്കറ്റ് നൂലിലൊക്കെ കോർത്ത് കെട്ടുന്ന കുട്ടികൾക്കുള്ള ഗെയിമെല്ലാം സെറ്റ് ചെയ്യുകയാണ്. ബിസ്ക്കറ്റ് ഇങ്ങനെ കടിച്ചെടുക്കുന്ന ഒരു ഗെയിമുണ്ടല്ലോ,
അത്. അപ്പോൾ എല്ലാവരും സദ്യ കഴിച്ചു കഴിഞ്ഞു. അപ്പം ഡാറ്റ് ഗെയിമാണ് ആദ്യം എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്തു കേട്ടോ. അപ്പോൾ നമ്മൾ ആ കറക്റ്റ് സെൻറ്റർ ഭാഗത്തോട്ട്, ആ ബോർഡിൻ്റെ കറക്റ്റ് സെൻറ്റർ ഭാഗത്തോട്ട് ആ ആരോ എറിഞ്ഞ് എടുക്കുന്ന ആൾക്കാണ് പ്രൈസ് ഉള്ളത്. കുറച്ച് അടുത്ത് വരുന്നവർക്കും കറക്റ്റായിട്ട് സെൻറ്ററിൽ ഇപ്പോൾ എല്ലാവർക്കും കൊള്ളണമെന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും അടുത്ത് വരുന്നവർക്ക് ആണ് പ്രൈസ് കൊടുത്തത്. ഫസ്റ്റും സെക്കൻഡും ഉണ്ട്. അങ്ങനെ എല്ലാ കുട്ടികളും മുതിർന്നവരും എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്തു കേട്ടോ. ഞാനിതൊക്കെ അങ്ങ് ഫാസ്റ്റ് ഫോർവേഡിൽ കാണിക്കുകയാണ്. കാരണം ഓരോരുത്തരുടെയും ഇങ്ങനെ കാണിച്ച് വരണമെങ്കിൽ ഒരുപാട് സമയമെടുക്കും. അപ്പം കാണുന്ന നിങ്ങൾക്കും അതൊരു ബോറായിട്ട് മാറും. അങ്ങനെ അപ്പോൾ ഡാറ്റ് ഗെയിം എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയാണ്. കുട്ടികളെല്ലാം പാർട്ടിസിപ്പേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി മുതിർന്നവരുടെ ഊഴമാണ്. അപ്പം എല്ലാവരും അവിടെ വന്നിരുന്ന എല്ലാവരും ഒട്ടുമിക്ക എല്ലാവരും തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്തു കേട്ടോ ഗെയിമിൽ. അപ്പോൾ എല്ലാം കൂടെ ഞാൻ ഉൾപ്പെടുത്തുന്നില്ല. ഈ പറഞ്ഞതുപോലെ വീഡിയോ ഒരുപാട് നീണ്ടുപോകും. ലേഡീസ് എല്ലാവരും കഴിഞ്ഞു. ഇപ്പോൾ ജെൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഡാറ്റ് ഗെയിം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. പിന്നെ കുട്ടികൾക്കുള്ള ബിസ്ക്കറ്റ് ഇങ്ങനെ കടിച്ചെടുക്കുന്ന ആ ഒരു ഗെയിം ഉണ്ടല്ലോ, അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് 3-4 ട്രിപ്പായിട്ട് കുട്ടികളെല്ലാം ഗെയിമിൽ ഉൾപ്പെടുത്തി. വലിയ കുട്ടികളും ചെറിയ കുട്ടികളും ഒക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. അടുത്തത് കപ്പിൾസിനുള്ള ഗെയിമായിരുന്നു. അത് 3 മാറ്റ് ഇങ്ങനെ നിവർത്തിയിട്ടിട്ട് അതിൽ 2 മാറ്റിലായിട്ട് ചവിട്ടി കപ്പിൾസ് നിൽക്കും. ബാക്കിൽ നിൽക്കുന്ന ആളാരാണോ അവർ അടുത്ത മാറ്റിലേക്ക് കയറിയതിന് ശേഷം ഫ്രീ ആയ മാറ്റെടുത്ത് മുമ്പിലേക്ക് കൊടുക്കും. അപ്പം മുമ്പിൽ നിൽക്കുന്ന ആൾ അത് നിലത്തിട്ടിട്ട് അതിലേക്ക് കയറിയിട്ട് അങ്ങനെ ഉള്ള ഗെയിമായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ കുറേ കപ്പിൾസ് അതും പാർട്ടിസിപ്പേറ്റ് ചെയ്തു. അങ്ങനെ ഒരുപാട് രസകരമായ ഗെയിമുകളായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു നാട്ടിൽ പോലും ഇപ്പോൾ ഇങ്ങനെ ഗെയിംസ്, അതായത് ഓണക്കളികൾ എന്നും പറഞ്ഞിട്ട് ഇപ്പോൾ അങ്ങനെ കേൾക്കുന്നത് വളരെ കുറവാണ്. ചിലയിടത്തൊക്കെ ഉണ്ട്, എന്നാലും പണ്ടത്തെ പോലെ ഒന്നും ഇപ്പോൾ അങ്ങനെ ഓണക്കളികൾക്കൊന്നും ആരും പ്രാധാന്യം കൊടുക്കുന്നില്ലെന്നാണ് എൻ്റെ ഒരു അറിവ്. പക്ഷേ ഇവിടെ നമ്മൾ അലീന ആദ്യം പറഞ്ഞതുപോലെ ഓണത്തിൻ്റെ പൊലിമ ഒട്ടും നഷ്ടപ്പെടാതെ എല്ലാ രീതിയിലും നല്ല ഭംഗിയായിട്ടാണ് നമ്മളിവിടെ ആഘോഷിക്കുന്നത് കേട്ടോ. അങ്ങനെ സുന്ദരിക്ക് പൊട്ടുതൊടിയിൽ എന്ന മത്സരം അവിടെ കഴിഞ്ഞു. അതിനുശേഷം കസേരകളിയായിരുന്നു. അപ്പോൾ മുതിർന്ന കുട്ടികൾ ഒക്കെ കൂടെ ആദ്യം കസേര കളിച്ചു. അതിനുശേഷം കുഞ്ഞു കുട്ടികൾക്കും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ മത്സരങ്ങൾ ഓൾമോസ്റ്റ് ഇവിടെ അവസാനിച്ചിട്ടുണ്ട്. ഇപ്പോൾ നടക്കുന്നത് സമ്മാനദാനമാണ് കേട്ടോ. മത്സരിച്ച് വിജയിച്ച എല്ലാവർക്കും സമ്മാനം കൊടുക്കുന്നുണ്ട്. അതിനുശേഷം വടംവലിയാണ് കേട്ടോ ഇനിയുള്ളത്. അത് ഗ്രൗണ്ടിലാണ് വടംവലിക്കാൻ പോകുന്നത്. അപ്പോൾ സമ്മാനദാനം കഴിഞ്ഞതിന് ശേഷം ചായയും സ്നാക്സും ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കുടിച്ചിട്ട് എല്ലാവരും ഗ്രൗണ്ടിലേക്ക് പോവുകയാണ്.
അങ്ങനെ സമ്മാനദാനമൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ ഗ്രൗണ്ടിലേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ. രണ്ടാമത്തെ വിസിൽ എബ്രഹാം വടക്കേടം അടിച്ചു കഴിയുമ്പോൾ ഏറ്റവും വലിയ ഉടമ്പടി പോരാട്ടമാണ്. ഇപ്പോൾ വടംവലി നടത്തിക്കൊണ്ടിരിക്കുന്നത്. മനോഹരമായ രീതിയിൽ കുട്ടികളുടെ വടംവലിയാണ് കേട്ടോ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും എല്ലാം ഉണ്ട് കേട്ടോ. റെഡി? മനോഹരമായ രീതിയിലാണ് യുവതലമുറ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ആവേശത്തിന്റെ വാർത്തകത്തിൽ യുവതലമുറ തോൽക്കുകയില്ലായും ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് വീണ്ടും വീണ്ടും മരത്തിൽ വലിച്ചുകളിഞ്ഞ് ആവേശത്തോടെ വലിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മനുഷ്യനെ കാഴ്ച ഉയർത്തിച്ചുകൊണ്ട് ആവേശത്തോടെ കളിക്കൂ. അങ്ങനെ മാർ ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് മഹാ ഇടവക മസ്കറ്റ് നിസ്വ ഏരിയയുടെ ഓണാഘോഷ പരിപാടി ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു ഞങ്ങൾ ഓണാഘോഷ പരിപാടിയിൽ ഉൾപ്പെടുത്തിയിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. എല്ലാവരും സേഫായിട്ടിരിക്കുക. താങ്ക്